സിപിഎമ്മിന്റെ സൈദ്ധാന്തിക ആചാര്യനും ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുതിർന്ന സിപിഎം നേതാവാണ്, ബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യം കൊൽക്കത്തയിലാണ് ഉണ്ടായത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, സിപിഎം രാഷ്ട്രീയത്തെ ഇടത് രാഷ്ട്രീയത്തെ ഒരു കാലഘട്ടം കൊണ്ട് അടയാളപ്പെടുത്തിയ നേതാവാണ് ഓർമ്മയായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? മാധു, കൽക്കട്ടയിലെ അലിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായിരിക്കുന്നത്. ബംഗാളിൽ ദീർഘകാലം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. 2000 മുതൽ 2011 വരെ ഏതാണ്ട് 11 വർഷം പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്നു. അത് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അതിനുശേഷം, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം അദ്ദേഹം പിന്നീട് കുറെ കാലം ഈ സജീവ രാഷ്ട്രീയത്തിൽ തുടർന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് നിരവധി അസുഖങ്ങളും മറ്റും ഉണ്ടായിരുന്നത്. ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അദ്ദേഹത്തെ ദീർഘകാലമായി അലട്ടിയിരുന്നു. ഇതിനിടയിലായിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹത്തിന് ന്യൂമോണിയ ഉണ്ടാകുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നത്. ആശുപത്രിയിൽ അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു. ഇതിനിടയിലാണ് ഈ മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏതായാലും പശ്ചിമ ബംഗാളിന്റെ ഇടത് രാഷ്ട്രീയത്തിൽ ശക്തനായ ഒരു അധികായകനായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗമായും നിരവധി കാലം ബുദ്ധദേവ് ഭട്ടാചാര്യ പ്രവർത്തിച്ചിട്ടുണ്ട്. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മരണത്തിനുകൾ മാറ്റിവെക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പാർട്ടിയുടെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് ഉടൻ തന്നെ ഈ കൽക്കട്ടയിലേക്ക് പോകുമെന്നും പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്കാര ചടങ്ങ് ഉണ്ടാകുമോ അതോ ജ്യോതി ബസുവിനെ പോലെ അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രിക്ക് കൈമാറുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനമായിട്ടില്ല. ഏതായാലും സിപിഎം നേതൃത്വം ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷം, അതായത് കുടുംബം ഉൾപ്പെടെ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ബുദ്ധദേവ് ഭട്ടാചാര്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരുപക്ഷെ ആനുകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സിപിഎമ്മിന്റെ നേതാവ് കൂടിയാണ്. എപ്പോഴൊക്കെ എന്തൊക്കെ തരം പ്രത്യയശാസ്ത്ര പ്രതിസന്ധി ഉണ്ടായാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ബംഗാളിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഓർമ്മയുണ്ടല്ലോ എന്നാണ് സിപിഎമ്മിന്റെ വിമർശകർ, ഇടത് രാഷ്ട്രീയത്തിന്റെ വിമർശകരൊക്കെ പറയുന്നത്. ആ കാലഘട്ടത്തിന് സാക്ഷിയായിരുന്ന, ഏറെക്കുറെ ആ കാലഘട്ടത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്നത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആദ്യ ടേം എന്ന് പറയുന്നത് ബംഗാളിലേക്ക് വികസനം ആകർഷിക്കാനുള്ള നടപടികളുടെ പേരിൽ, വികസനത്തിന്റെ പേരിലൊക്കെ അദ്ദേഹം വലിയ തോതിൽ അംഗീകാരങ്ങൾ നേടിയ അല്ലെങ്കിൽ അനുമോദനങ്ങൾ നേടിയ ഒരാളായിരുന്നു. പക്ഷേ അതേ കാര്യത്തിന്റെ പേരിൽ പിന്നീട് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട നേതാവ് കൂടിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുക, ബാലഗോപാൽ? പശ്ചിമ ബംഗാളിൽ ഇടതു ഭരണം നടത്തിരുന്ന 34 വർഷത്തിൽ അവസാന 11 വർഷം ബുദ്ധദേവ് ഭട്ടാചാര്യായിരുന്നു പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ, അല്ലെങ്കിൽ ബംഗാൾ ഭരിച്ചിരുന്നത്. 2000 മുതൽ ഈ പശ്ചിമ ബംഗാളിൽ വ്യവസായവൽക്കരണത്തിന് നേതൃത്വം നൽകിയിരുന്നത് ബുദ്ധദേവ് ഭട്ടാചാര്യായിരുന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യ കൊണ്ടുവരുന്ന വ്യവസായവൽക്കരണ നയമാണ് പിന്നീട് പാർട്ടിക്ക് ബംഗാളിൽ തിരിച്ചടിയായതെന്ന വിലയിരുത്തൽ ഇടത് നേതാക്കൾ ഉൾപ്പെടെ പിന്നീട് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ബംഗാളിലേക്ക് വൻകിട വ്യവസായങ്ങളെ ആകർഷിക്കുന്നതിനായി ബുദ്ധദേവ് ഭട്ടാചാര്യ വലിയ ചടുലമായ നീക്കങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ഈ സിംഗപ്പൂർ ആസ്ഥാനമായിരുന്ന സലീം ഗ്രൂപ്പിനെയും അതുപോലെ തന്നെ ബംഗാളിലെ ഏറ്റവും വലിയ കാർ നിർമ്മാണ യൂണിറ്റില് സിംഗൂരിൽ രൂപീകരിക്കുന്നതിനായി ടാറ്റ ഗ്രൂപ്പിനെയും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ബുദ്ധദേവ് ഭട്ടാചാര്യ നടത്തിയ വ്യവസായവൽക്കരണ ശ്രമങ്ങൾ പാർട്ടിക്ക് പിന്നീട് വലിയ തിരിച്ചടി ഉണ്ടായി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം കർഷകരുടെ ഭൂമിയും മറ്റും എടുത്ത് വ്യവസായികൾക്ക് നൽകുന്ന വഴി പാർട്ടിയുടെ അടിസ്ഥാന വർഗത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റി എന്നുള്ള വിലയിരുത്തലായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ഏതായാലും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലഘട്ടത്തിന് ശേഷം, അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നീട് ഒരു തിരിച്ചുവരവിന് ഇതുവരെയും ബംഗാളിൽ സിപിഎമ്മിന് സാധിച്ചിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ബാലഗോപാൽ, ഇപ്പോൾ നന്ദിഗ്രാം എന്നൊരു വാക്ക് കേൾക്കാത്ത ഒരു രാഷ്ട്രീയ ജീവിയും ആനുകാലിക രാഷ്ട്രീയത്തിൽ ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്ക് പറയാം. അത്രമേൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ജീവിതമല്ല അദ്ദേഹത്തിൻ്റെത്. തികച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് കമ്മ്യൂണിസ്റ്റായി ജീവിച്ച് കമ്മ്യൂണിസ്റ്റായി മരിച്ച മനുഷ്യൻ. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും ബംഗാളിലെ ഗ്രാമങ്ങളിലെത്തി, നാടകങ്ങൾക്ക്, സിനിമകൾക്കൊക്കെ എത്തി ഒരു സാംസ്കാരിക ജീവിതം നയിച്ചിരുന്ന ഏറ്റവും ലാളിത്യമുള്ള നേതാവ് എന്ന രീതിയിൽ അവസാനവും കാലത്തും അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ചിരുന്നപ്പോഴും എല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതം എക്കാലത്തും ഏറ്റവും ലളിതമായ, ഏറ്റവും ലാളിത്യം നിറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റിൻ്റേത് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല.
തീർച്ചയായും മാധു, അത് കാരണം ബംഗാളിൽ ഞാനൊക്കെ ബംഗാളിൽ ഈ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗവും അതുപോലെ തന്നെ വിവിധ തെരഞ്ഞെടുപ്പുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ലാളിത്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഈ 2 മുറി ഫ്ളാറ്റിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷവും മുഖ്യമന്ത്രിക്ക് പദവിയിൽ നിന്ന് മാറിയതിനു ശേഷവും അദ്ദേഹം ഈ ഒരു തരത്തിലുള്ള ആഡംബരങ്ങളിലേക്ക് പോവുകയും ചെയ്യുകയും ചെയ്തിരുന്നില്ല. പക്ഷേ ബുദ്ധദേവ് ഭട്ടാചാര്യയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ബംഗാളിന് ഒരു പുതിയ ദിശ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ വ്യവസായവൽക്കരണത്തിലേക്കും മറ്റും അദ്ദേഹം കടന്നിരുന്നത്. അത് യഥാർത്ഥത്തിൽ ബംഗാൾ ജനത അംഗീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന് ബംഗാളിന്റെ പിന്തുണ കിട്ടിയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയിൽ എക്കാലത്തും ശക്തമായ നിലപാടുകൾ പറഞ്ഞിരുന്ന ഒരു നേതാവായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. ജ്യോതി ബസു പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഈ ബുദ്ധദേവ് ഭട്ടാചാര്യ പാർട്ടിക്കുള്ളിൽ ഈ ശക്തമായ ഈ വ്യവസായവൽക്കരണവും പാർട്ടി ഒരു ഐഡിയോളജിക്കൽ ഡോഗ്മയിലേക്ക് കടക്കരുത്, അല്ലെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവ്, ഒരു സംഘടനയായി CPM മാറരുതെന്ന ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. ഇതിനപ്പുറം നമ്മൾ പറയുകയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ CPM-ന്റെ കേരളത്തിൽ ഏറ്റവും അധികം ഈ സംഘടനാപരമായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ, അതായത് VS പിണറായി ഈ സർക്കാർ രൂക്ഷമായി നിലനിന്നിരുന്ന 2000 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും ഈ ബുദ്ധദേവ് ഭട്ടാചാര്യയെ എടുത്തിരുന്ന നിലപാട്, അതായത് കേരള വിഷയത്തിൽ അദ്ദേഹം എടുത്തിരുന്ന നിലപാട് വളരെ ഈ കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ നിലപാടുകൾ അദ്ദേഹം പലപ്പോഴും സ്വീകരിച്ചിരുന്നു. VS അച്യുതാനന്ദനെ എക്കാലത്തും പാർട്ടിക്കൊപ്പം നിലനിർത്തുന്നതിന് വേണ്ടി ബംഗാൾ ഘടകം എടുത്തിരുന്ന നിലപാടായിരുന്നു വളരെ നിർണായകമായിരുന്നു. അതിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ പങ്കും വളരെയധികം അക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമായിരുന്നു. ഏതായാലും ഈ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ വിയോഗം CPM രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമായിരിക്കും. പക്ഷേ ബംഗാളിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം ഈ പാർട്ടിയെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ബുദ്ധദേവിന്റെ ഭാഗത്ത് നിന്ന് പല ശ്രമങ്ങളും നടന്നിരുന്നു. ബുദ്ധദേവ് ഉൾപ്പെടെയുള്ള നേതൃത്വം തന്നെ അവസാനം മാറിയെങ്കിലും ആ തിരിച്ചുവരവിലേക്ക് പാർട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന ഒരു ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ വിട വാങ്ങിയിരിക്കുന്നത്.